മാറിവരുന്ന പരീക്ഷാ രീതികൾ, ഉയർന്നു വരുന്ന കട്ട് ഓഫ് മാർക്കുകൾ, സിവിൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ച് ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാഡമി. മുന്നേറാം ഗ്രാവിറ്റിയോടൊപ്പം. ഇത്രയും ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി റേഷ്യോ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, എഫിഷ്യൻസി. എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരുന്നത്. പല പല ഇക്വേഷൻസ് ആയിരുന്നു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. റിലേഷൻ, ഞാനിവിടെ ഈ ഇക്വേഷന് 1 എന്ന് കൊടുത്തു, ഈ ഇക്വേഷന് 2 എന്ന് കൊടുത്തു, ഈ ഇക്വേഷന് 3 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇത് തമ്മിലൊന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്കൊന്ന് 2/1 ചെയ്ത് നോക്കാം. 2 എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്, അതായത് W/P. ഡിവിഷൻ ഏതാണ്? 1 എന്ന് പറഞ്ഞാൽ Y/X ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ത് വരും? ഡിവിഷൻ ബൈ ഒരു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ അതിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പം W/P ഇൻറ്റു നമുക്ക് എന്ത് എഴുതാം? X/Y. കറക്റ്റ് അല്ലേ? നോക്കി, ഇതെന്താണ്? W × X എന്തായിരുന്നു? ഇവിടുത്തെ ഔട്ട്പുട്ട് അല്ലേ? ശരിയല്ലേ? ഇവിടെ നമുക്ക് W × X ന്യൂമറേറ്ററിൽ കിട്ടിയത് എന്തായിരുന്നു? ഇവിടുത്തെ ഔട്ട്പുട്ട് ആണ്. അതേപോലെ തന്നെ P × Y എന്താണ്? ഇവിടുത്തെ ഇൻപുട്ട് ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? അപ്പം വെലോസിറ്റി റേഷ്യോനെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിനെ വെലോസിറ്റി റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ എഴുതിയിട്ടില്ല. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവിഷൻ വെലോസിറ്റി റേഷ്യോ ആണ് നമ്മളിവിടെ ചെയ്തത് കേട്ടോ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ വെലോസിറ്റി റേഷ്യോന്റെയും റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അതെന്തായിരുന്നു? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ആണ്, ഈറ്റയാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇതാണ് ഈ 3 ഇക്വേഷൻ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഓവർസിയർ പഠനം ഇനി അനായാസം. പഠിച്ചു തുടങ്ങാം ഗ്രാവിറ്റിയോടൊപ്പം.